നമസ്കാരം. നമ്മളിന്ന് ഒരു പഴയകാല ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോവുകയാണ്. അഖണ്ഡ ജ്യോതിയുടെ 1968 സെപ്റ്റംബർ ലക്കം. പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇതെഴുതിയതെങ്കിലും ഇതിലെ ഓരോ വാക്കും ഇന്നും നമ്മുടെ ജീവിതത്തിന് വെളിച്ചം തരുന്നവയാണ്. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിക്കുന്നൊരു കാര്യമാണിത്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതും അർത്ഥവത്വം ആക്കി മാറ്റാം? ഈ ഒരു അന്വേഷണമാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണെന്നല്ലേ? അത് ഈ മാസികയുടെ താളുകളിൽ തന്നെയുണ്ട്. ആദരണീയനായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ആഴത്തിലുള്ള ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ആദ്യത്തെ ചുവടുവയ്പിൽ നിന്നാണല്ലോ. അതുപോലെ തന്നെയാണ് അർത്ഥപൂർണമായ ജീവിതത്തിലേക്കുള്ള യാത്രയും. അതിന്റെ തുടക്കം നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം, സ്വത്വത്തിന്റെ അടിത്തറ. അപ്പോ എന്താണീ ആത്മജ്ഞാനം? ആത്മജ്ഞാൻ ബിനാ കല്യാൺ നഹീം എന്ന ലേഖനത്തിൽ പറയുന്ന കാതലായ ആശയം ഇതാണ്. ആത്മജ്ഞാനം, അതായത് നമ്മളെ തന്നെ അറിയുക എന്നത് എല്ലാ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും അടിസ്ഥാനമാണ്. നമ്മൾ ആരാണെന്നോ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നോ അറിയാതെ യഥാർത്ഥ സന്തോഷം നേടാൻ കഴിയില്ല. ഈ ഒരു ആത്മബോധത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ ഈ മനുഷ്യജന്മം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ അനന്തമായ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈശ്വരനുമായി ഒന്നാകാനുള്ള വഴി കണ്ടെത്തുക. ഏറ്റവും പ്രധാനമായി, ഒരു നിമിഷം പോലും പാഴാക്കാതെ ആത്മീയമായി ഉണർന്നിരിക്കുക. ഇവയൊക്കെയാണ് ആത്മബോധത്തിലേക്കുള്ള പ്രധാന വഴികൾ. ഓക്കെ, അപ്പോ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി. ഇനി അടുത്ത പടി എന്താ? നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ കണ്ടെത്തുക, അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതാണ് ആത്മീയ വളർച്ചയുടെ അടുത്ത ഘട്ടം. ശരിക്കും നമ്മുടെ മനസ്സിനെക്കുറിച്ച് എത്ര മനോഹരമായൊരു കാര്യമാണ് സമസ്ത ശക്തിയോം കാ ഭണ്ഡാർ ഹമാര മൻ എന്ന ലേഖനത്തിൽ പറയുന്നത്. നമ്മുടെ മനസ്സാണ് എല്ലാ ശക്തികളുടെയും കലവറ എന്ന്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിനെ പുറത്തെടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ആരാധനയുടെ കാര്യം. ഉപാസന അന്ധകരൺ കി ഗഹരായി സെ എന്ന ലേഖനം നമ്മളോട് പറയുന്നതെന്താന്ന് വെച്ചാൽ, വെറുതെ കുറെ ചടങ്ങുകൾ ചെയ്യുന്നതല്ല ഉപാസന. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്, സന്തോഷത്തോടെ ജീവിക്കാനുള്ള കലയെക്കുറിച്ച്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ പോയി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല, അതൊരു കലയാണ്. ഏതവസ്ഥയിലും എവിടെ നിന്നും സന്തോഷം കണ്ടെത്താനുള്ളൊരു കഴിവ്. അതാണ് കഹിൻ സേ ഭി ആനന്ദ് ഖോജ് നിക്കാൽനെ കി കല എന്ന ലേഖനത്തിന്റെ പ്രധാന ആശയം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, അതുറപ്പാണ്. അതിനെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമുക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുക. കാരണം അതാണ് പലപ്പോഴും ദുഃഖത്തിന് കാരണം. പിന്നെ വെല്ലുവിളികളില്ലാത്തൊരു ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കുക. ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു മനോബലം നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ എവിടെയാണ് കണ്ടെത്താൻ പോകുന്നത്? നമ്മുടെ ഉള്ളിലെ ഈ അറിവും വളർച്ചയുമൊക്കെ എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ സമൂഹത്തിലേക്ക് എത്തുമ്പോഴാണ്. അതായത് സ്വയത്തിൽ നിന്ന് സമൂഹത്തിലേക്കുള്ള ഒരു യാത്ര. അപ്പോ ഈ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് 4 പടികളുണ്ടെന്നാണ് ഉത്കൃഷ്ട ജീവൻ കെ 4 ചരൺ എന്ന ലേഖനം പറയുന്നത്. ആദ്യം നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നു, പിന്നെ സ്വയം വികസിപ്പിക്കുന്നു, അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടുന്നു, അവസാനം ആ അറിവും കഴിവും മാനവരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. ഇവിടെ 2 തരം ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ചിട്ടയോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിച്ച് കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ടു പോകുന്ന സദ് ഗൃഹസ്ഥൻ. മറ്റൊന്ന്, സ്വാർത്ഥതയിലും ഭൗതികതയിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന അസദ് ഗൃഹസ്ഥൻ. ഇതിൽ ഏതു വഴിയാണ് നമ്മുടേതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇത്ര മനോഹരമായൊരു ആശയമാണെന്ന് നോക്കൂ. സബ്കി ഉന്നതി മേ അപ്നി ഉന്നതി. അതായത് എന്റെ പുരോഗതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ എല്ലാം പുരോഗതിയിലാണ്. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയൊരു സത്യമാണിത്. എല്ലാവരും നന്നാവുമ്പോഴേ നമ്മളും യഥാർത്ഥത്തിൽ നന്നാവുന്നുള്ളൂ. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി നോക്കാം, അല്ലേ?
ഈ പഴയ ലക്കത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാലാതീതമായ സന്ദേശം എന്താണ്? ഒരു അർത്ഥപൂർണമായ ജീവിതത്തിലേക്കുള്ള വഴി വളരെ വ്യക്തമാണ്. ഒന്നാമതായി, നമ്മൾ നമ്മളെ തന്നെ അറിയുക, അതിനെ ഒരു അടിത്തറയായി കാണുക. രണ്ടാമത്, നമ്മുടെ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. മൂന്നാമത്, സന്തോഷം ഒരു കലയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. അവസാനമായി, നമ്മുടെ വളർച്ചയെ മറ്റുള്ളവരുടെ സേവനത്തിനായി ഉപയോഗിക്കുക. ഇതാണ് ആ വഴി. അവസാനമായി, സൗന്ദര്യക്കീ സ്വാഭാവികത എന്നതിലെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ചിന്ത പങ്കുവയ്ക്കാം. യഥാർത്ഥ സൗന്ദര്യം അത് പുറമെയുള്ള അലങ്കാരങ്ങളിലല്ല, നമ്മുടെ ആത്മാവിന്റെ ലാളിത്യത്തിലും ശുദ്ധിയിലുമാണ് അത് കാണാൻ കഴിയുക. ഈയൊരു ചിന്ത നമ്മുടെ എല്ലാം ഉള്ളിലൊരു വെളിച്ചമായി നിറയട്ടെ.